കഴിഞ്ഞ ദിവസേ ഒരു സിനിമയുടെ ലോഞ്ച് നടന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ മുകളിൽ. അത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധ്യാനിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ എയറിൽ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലാണ് കുറച്ച് കാര്യം പറഞ്ഞത്. ആ കൂട്ടത്തിൽ നമ്മുടെ CM വിജയ്, തമിഴ്നാട് CM വിജയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഗതി ഇപ്പോൾ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളം ആക്ടർ ധ്യാൻ ശ്രീനിവാസൻ ഫേസിങ് ഹെവി ബാക്ക്ലാഷ് ഇൻ സോഷ്യൽ മീഡിയ ആഫ്റ്റർ ഹിസ് കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച് ഓൺ TN ചീഫ് മിനിസ്റ്റർ വിജയ് പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ, കുറേ തമിഴ് ചാനലുകൾ, കുറേ തമ്മിലുകൾ. ഇനിയിപ്പോൾ ഈ തമിഴ്നാടിൻ്റെ ബോർഡർ കിടക്കാൻ പറ്റുന്നില്ല. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ ലേശം പാടായിരിക്കും ധ്യാൻ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുമില്ലെന്ന് നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഭയങ്കര സീനായിട്ടുണ്ട് എന്നാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇതിൽ തൃശ്ശേരെക്കുറിച്ച് പറയുന്നുണ്ട്, വിജയെക്കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ആക്ച്വലി ധ്യാൻ്റെ ഒരു സംസാര രീതിയും ധ്യാൻ്റെ ഒരു സർക്കാസും ഒക്കെ എന്താണെന്നുള്ളത് മലയാളികൾക്ക് അറിയാം. ഇതിപ്പോൾ തമിഴന്മാർക്ക് അറിയുന്നില്ലല്ലോ. തമിഴന്മാർക്ക് എണ്ണാവെ പറ്റി പറഞ്ഞ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ സീൻ പിടിച്ചതാണ് ആശാൻ. ഇനിയിപ്പോൾ ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ തമിഴ് ചാനലിൽ വന്ന കുറച്ച് ന്യൂസിൻ്റെ ക്ലിപ്പുകൾ വെച്ചുതരാം. மற்றொரு அண்மை தகவலாக பார்ப்பது, நான் CM ஆகும்போது நீ புடவை கட்டி வரணும், கண் கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்டு நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்தது தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. கேரளாவில் நடைபெற்ற விசிட்டர் பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சு சமூக வலைதளங்களில் வைரலாகி வருகிறது. முதல்வர் விஜய் குறித்த மலையாள நடிகர் தியான் பேசியதாக சமூக வலைதளத்தில் பரவும் கருத்துக்கள் தற்போது வெளியாகி இருக்கிறது. முதலில் மலையாள நடிகர் சங்கமான அம்மாவின் தலைவர் ஆகணும், பிறகு மக்களை ஏமாற்ற விஜய் செய்தது போன்று சேரிட்டி செய்யணும் என்று தியான் ஸ்ரீனிவாசன் பேசிய பேச்சு தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் ஸ்ரீனிவாசன் பேசிய பேச்சு சமூக வலைதளத்தில் தற்போது ட்ரெண்டிங்கில் இடம் பிடித்து வருகிறது. நாம் எல்லாம் களப்பணியாற்றும் போது மேடையில் பேசிய விஜய் ஆட்சி அமைத்து விட்டார் என ஆந்திர துணை முதல்வர் பவன் கல்யாணும் பேசியிருந்தார். இதுவும் தற்போது சர்ச்சைக்கு உள்ளாகி இருக்கிறது. நான் CM ஆகும்போது நீ புடவை கட்டி வரணும், கண்கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்ட நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்த ஒன்று தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். கேரளாவில் நடைபெற்ற விசிட்டர் பட நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சானது தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ പോയി നോക്കിയാൽ സീനാണ്. ആക്ച്വലി ധ്യാൻ പറഞ്ഞതിൽ ഒരു സാധനം ഉണ്ട്. അതായത് ചാരിറ്റി ഒക്കെ ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് CM ആയി എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ തൃഷ സംഗതി, അതായത് തൃഷ അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസനും ഈ പറഞ്ഞ നവ്യ നായരുടെ ഒരു കോംബോ സാധനം കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. പണ്ടത്തെ ഇൻ്റർവ്യൂവിൽ ചങ്ങായി പറഞ്ഞതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇയാളുടെ സ്പീച്ചിനകത്ത് ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ വരുന്നു എന്നുള്ളൊരു സാധനം ഏറെ കറങ്ങുന്നതിൻ്റെ ഒരു സർക്കാസ്റ്റിക് റിപ്ലൈ അജു വർഗീസും ഈ ധ്യാനും കൂടി സംസാരിച്ചതിൻ്റെ ഒരു സാധനം വെച്ചിട്ടൊക്കെയാണ് അതിലെല്ലാവർക്കും ഇട്ടും കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊട്ടിപ്പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിജയും തൃശയൊക്കെ കയറി വന്നിട്ടുള്ളത്. ഞാൻ എന്താണെങ്കിലും ആ ഒരു പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം. എൻ്റെ മെൻറ്ററും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം പിന്നെ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിനിടക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിനേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിൻ്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ്.
അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയ ഇരിക്കുന്നു, അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിനെ, കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ അജു വർഗീസിനിട്ടാണ് എല്ലാ കൊട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ദിലീപ് മുന്നിലിരിക്കുന്നുണ്ട്. ഈ പവർ ഗ്രൂപ്പ് സാധനമൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ അടിക്കുന്നുണ്ട്, ശ്വേതാ മേനോനെ അടിക്കുന്നുണ്ട്. കൂട്ടത്തിലാണ് ഈ CM വിജയ് സാധനം കയറി വന്നിട്ടുള്ളത്, അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സിനിമാക്കാരുടെ ഇടയിലുള്ള പരിപാടികളൊക്കെ ഈ തമിഴ് ഓഡിയൻസ് അറിയുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ചാരിറ്റി ചെയ്ത് പറ്റിച്ചു, 13 വർഷം വെറുതെ കണ്ണു പൊടിയുന്ന പോലെ ചാരിറ്റി ചെയ്തിട്ട് പിന്നെ എനിക്ക് അമ്മ പ്രസിഡന്റ് ആവണ്ട, അല്ലെങ്കിൽ ആയിട്ട് പിന്നെ എനിക്ക് CM ആയാൽ മതി എന്നൊക്കെയുള്ള വർത്താനം അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നില്ല. പവൻ കല്യാണിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയമാണ് ഇവിടെ സ്പാർക്കായിട്ടുള്ളത്. പ്ലസ് കൂട്ടത്തിൽ ഈ തൃഷ കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ആകെ മൊത്തം ഇത് കയ്യിൽ നിന്ന് പോയി. ഇത് തൃഷ വന്നതുപോലെ ഞാൻ CM ആവുമ്പോൾ കണ്ണിൽ ഇറഞ്ഞണിഞ്ഞ് വന്നിരിക്കണം മറ്റേ നവ്യ നായരോട് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ നായർ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇത് ആകെ മൊത്തം അവരാ സിനിമയുടെ ഇപ്പം ധ്യാൻ്റെ സംസാരത്തിൽ വരുന്നൊരു സർക്കാസവും ഒരു ഫണ്ണും അത് അവരതുപോലെ എടുക്കുന്നു, ധ്യാൻ അതുപോലെ പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ഇത് ഇത്ര സെൻസിറ്റീവ്, കാരണം ഇവർ ചിലപ്പോൾ ധ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും ആക്ടർ വിജയ് എന്നുള്ള സ്കീമിലായിരിക്കും, ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു വിജയ് എന്നുള്ളൊരു സാധനം അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, ഈ ചീഫ് മിനിസ്റ്റർ പൊസിഷനിൽ പോയിരിക്കുമ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെ പൂക്കിയാണ് CM എന്ന് പറഞ്ഞാലും, CM-നെതിരെ ഒരു പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചാലോ കേസ് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് സെൻസിറ്റീവാണ്. കുറച്ചും കൂടി ഒന്ന് അപ്പോൾ എന്ത് തമാശയും സർക്കാസമാണെന്നുണ്ടെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അയാളുടെ പൊസിഷനും അയാളുടെ ഇപ്പോഴത്തെ പരിപാടി എന്താ നോക്കി ചെയ്യാന്നുള്ളത് ഒരു ബെറ്റർ കാര്യമായിരുന്നു. പക്ഷെ ധ്യാൻ ശ്രീനിവാസനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിടയിൽ പെട്ടുപോയ അജു വർഗീസിൻ്റെ ഒരു റിപ്ലൈ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത്, നൻപനുക്ക് പൈത്യം, അതിലാണ് എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചെടുங்க. താങ്ക് യു. പണി പാളെന്ന് മനസ്സിലായ ഇവിടെ അജു വർഗീസ് ഓൾറെഡി നൻപനുക്ക് പൈത്യം ഒന്നുമേ പണ്ണക്കൂടാതെ എന്ന് പറഞ്ഞിട്ട് സാധനം വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ധ്യാനിത് ആ ഒരു CM അല്ലെങ്കിൽ ചാരിറ്റി ചെയ്ത് പറ്റിച്ച് CM ആയി എന്നുള്ളത് സ്കീമൊന്നും അവിടുന്നും വിട്ടിട്ടാണ് ഈ തൃശ്ശേൻ്റെ മുകളിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശേൻ്റെ കാര്യം കൂടി ഇത് അതെന്താ പറയുക, ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ വികാരം ശരിക്കും മനസ്സിലാവും നിങ്ങൾക്ക്. ഞാനൊക്കെ പോയി, നമ്മൾ ക്രിക്കറ്റ് മാച്ചിനൊക്കെ ഈ അടുത്ത് തമിഴ്നാട്ടിലൊക്കെ പോയ സമയത്ത് ഒരുമാതിരി പണ്ട് MGRക്ക് ഉണ്ടായിരുന്ന പോലത്തെ ഒരു വൈബാണ് ഇപ്പോൾ ഈ ചങ്ങായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പണ്ട് ആക്ടർ വിജയ് ആയിരിക്കുമ്പോൾ ഇല്ലാത്ത തരം ഒരു വികാരം ഇപ്പോൾ ഈ CM വിജയ്ക്ക് കിട്ടുന്നുണ്ട്. എങ്ക തലൈവർ, എങ്ക CM എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട്. പിന്നെ കുറേയൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, കുട്ടികളും സ്ത്രീകളും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അപ്പം തൂക്കിക്കൊല്ലും, അങ്ങനത്തെ കുറേ ഐറ്റങ്ങളുണ്ട് ഇങ്ങേരുടെ. അതൊക്കെ സർക്കാർ തലത്തിൽ തന്നെ ഇംപ്ലിമെൻ്റ് ആയ കാര്യങ്ങളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കൊരു ആൾക്കാരുടെ ഇടയിൽ ഇമേജ് വരാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം തോന്നുന്നു അവിടുത്തെ ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസിറ്റീവ് അല്ലാതിരിക്കുമോ? സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആവും. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളെ കൂട്ടത്തിൽ മലയാളികളായിട്ടുള്ള ആളുകൾ പോയിട്ട് അവരെ CM-ൻ്റെ അത് അവർക്ക് എപ്പോഴും ഉള്ളതാണ് അല്ലേ. ഇപ്പം മലയാളികളെ ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്കും കുറവൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു CM-ന് കയറിയിട്ട് അവിടുത്തെ ഒരു ആക്ടർ ചൊറിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് മൈൻഡ് അടിക്കാനൊന്നും പോകുന്നുണ്ടാവില്ല. പക്ഷെ അവരങ്ങനെയല്ല, അവർക്ക് അവരെ CM ഇനി വിജയ് അല്ലെങ്കിൽ പോലും CM-നെ ചൊറിഞ്ഞു, നീങ്ക യാരിടാ തമിഴ്നാട് CM-നെ സ്വല്ലാന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വരും. ആ വരവും കൂടി ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ വിജയും കൂടി ആയതുകൊണ്ട് അതുകൊണ്ട് ഇരട്ടിച്ചു പോയി എന്നല്ലാതെ എന്ത് പറയാൻ. ഇനി മറ്റേ പോർഷൻ നോക്കട്ടാ. വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു
അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM അമ്മ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയിലൂടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയുള്ള ഞാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആവുമ്പോൾ പേടിക്കേണ്ട, ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ധ്യാൻ അപ്പൊ എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നവ്യ നായർ ഒട്ടും കുറവായില്ല. എന്താണെങ്കിലും പറഞ്ഞു. എന്നാ ഞാനും കൊടുക്കാതിരുന്നു. നവ്യ നായരും മറ്റേ പച്ച പച്ച കഴുത്തിലുള്ള മറ്റേ സാധനം, എന്താ ഇതിന്റെ പേര്, കഴുത്തില് ചോക്കറോ ഡയമണ്ട് നെക്ലേസോ എന്തോ ഒരു സാധനം, അതും സാരിയൊക്കെ എടുത്ത് ഞാനും വന്നിരുന്ന് കരയുന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ അല്ലേ ഇതിന്റെ അതും രസമല്ല. ഇതിന്റെ കുറെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കുറെ പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ് സോഷ്യൽ മീഡിയ പേജുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മലയാളി ആക്ടർ വിജയെ പറഞ്ഞു, തൃഷയെ പറഞ്ഞു എന്നുള്ള രീതിക്കും കാര്യങ്ങൾ കൊണ്ടാടിപ്പോവും. എന്താ പറയുക, നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ചാരിറ്റി തട്ടിപ്പ് നടത്തി തമിഴ് CM എന്ന് മലയാളി ആക്ടറായ ധ്യാൻ പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ധ്യാൻ്റെ പേര് കേസ് എടുത്താലും കൊടുക്കും. മനസ്സിലായോ? അങ്ങനത്തെ സ്കീമും ഇതിനകത്തുണ്ട്. അത് വരെയുള്ള ഹൈ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ സെൻസിറ്റീവ് ആവാൻ, ഈ തമാശയിൽ നിന്ന് ഈ സർക്കാസം വന്ന് സർക്കാസത്തിൽ നിന്നൊരു സാധനം സെൻസിറ്റീവ് ആവാൻ അധികം സമയം വേണ്ട. ഓക്കെ, അത് പെട്ടെന്നാണ് ആയിപ്പോവുക സാധനം. അപ്പം അങ്ങനായി മാറിയാലും ചിലപ്പോൾ നാളെ ധ്യാൻ്റെ എതിരെ ഒരു കേസ് വന്നാലും വരുന്നുള്ള ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ അങ്ങനെയും വരാം. പിന്നെ തമിഴ്നാടാണ്, തമിഴന്മാരാണ്, ധ്യാനം സൂക്ഷിക്കുന്നതെന്നല്ല. ആ ബോർഡർ കഴിഞ്ഞ് കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് പോകുമ്പോൾ എങ്ങാനും വരുന്നു ഇവന്മാരാണ്, ഒന്നും പറയാൻ പറ്റില്ല. നീ എങ്കത്തല ഇവരെ സൊന്നാടാന്നൊക്കെ ചോദിച്ച് വരും ചിലപ്പോൾ. ഉയർ വിജയിക്ക് ഉടൽ വിജയിക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അയാളുടെ ഏറിപ്പോയി. ആ ചെകുത്താനെങ്ങാണ്ട് മോഹൻലാൽ ഫാൻസിനെ പറഞ്ഞ അടി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതെന്താണാവോ സ്കീം?